കേരളത്തിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് കെ ഹേമയെ നിയോഗിക്കുന്നത്. 3 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഹേമയ്ക്കൊപ്പം തന്നെ നടി ശാരദ, അതുപോലെ തന്നെ വത്സലകുമാരി IAS ഇവർ ചേർന്ന് 2 വർഷത്തോളം നീണ്ട തെളിവെടുപ്പ് മൊഴിയെടുപ്പുമാണ് കേരളത്തിലുടനീളം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നത്. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 2019 ഡിസംബർ മാസം 31-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 4.5 വർഷം കഴിയുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകുന്നു, പലരും കോടതിയിൽ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്നു. അത് ഇന്ന് പുറത്തു വരും എന്ന് കരുതിയിരുന്നതാണ്, ഇപ്പോഴും അത് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഹരി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സിനിമയെ പോലെ സസ്പെൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മിഥുന സിനിമയിൽ നെടുമുടി വേണു ഇപ്പോൾ പൊട്ടിക്കും, ഇതാ പൊട്ടുന്നു എന്ന് പറയുന്നതല്ലാതെ അത് പുറത്തു വരുന്നില്ല. ആരൊക്കെയും ഇത് ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വമ്പന്മാർക്ക് പൊള്ളൂ, അതാണോ? അല്ല, വൻ തോക്കുകളാണോ ചെറു തോക്കുകളാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായി ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അതിലെ തുടക്കം മുതലുള്ള സമയം, അതായത് ഈ ഇപ്പോൾ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു, അവർ 2 വർഷം 1.5 മാസം സമയമെടുത്തു. ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അത്രത്തോളം പ്രവർത്തിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ പുറത്ത് സർക്കാർ 4 വർഷമാണ് അടയിരുന്നത്. അതുവരെ പുറത്തുവിട്ടില്ല. അവസാനം പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ഒരു നിർമ്മാതാവ് കോടതിയെ സമീപിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ഭയങ്കര രസമാണ്. ഇത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് സത്യത്തിൽ ആ വാദം മുഴുവൻ ഞാൻ കേട്ടാണ്. എനിക്കതിനകത്ത് എന്താണ് ഇങ്ങനൊരു വാദം ഒരു നിർമ്മാതാവ് ഒരു സുപ്രഭാതത്തിൽ പോയി പറയുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഇതായിട്ട് തോന്നി. സ്വാഭാവികമായിട്ടും അത് ഒരൊറ്റ വ്യക്തിയിലേക്ക് ഒതുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. കാരണം ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കാരണം റിപ്പോർട്ടിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കും എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമാണ് അതിനകത്ത് വ്യക്തിവിവരമുണ്ട്. അത് സ്ത്രീകളുടെ വ്യക്തിവിവരം മാത്രമല്ല, മറ്റു ചില ആളുകളുടെയും വ്യക്തിവിവരമുണ്ട്. കാരണം 300ഓളം പേജ് വരുന്ന റിപ്പോർട്ടിൻ്റെ 233 പേജുകൾ മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് അപേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിനകത്ത് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴെന്തിനാണ് രഞ്ജിനി വീണ്ടും ഒരു ഹർജിയായിട്ട് പോയതെന്നുള്ളതാണ് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം. അതിനകത്ത് രഞ്ജിനിയുടെ ഒരു വാദം, അവർ പറയുന്നൊരു വാദം, ഇവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവർ മൊഴി കൊടുത്ത് പല ആൾക്കാർക്കും എതിരെ മൊഴിയുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ആശങ്കയുണ്ടാവും. ഈ റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ താൻ പറഞ്ഞ വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തു വരുമോ, അത് അവരെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയാണോ രഞ്ജിനിക്ക്? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അബി സതീദേവിയായിട്ട് സംസാരിച്ചപ്പോൾ സതീദേവി പറഞ്ഞൊരു കാര്യം, ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇത് 4.5 വർഷത്തോളമായി ഇതുവരെ രഞ്ജിനി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിൽ ഇതേവരെ താൻ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നോ തനിക്കിങ്ങനെ ഒരു പകർപ്പ് ആവശ്യമുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം അവർ നടത്തുന്നു. അവർ പറയുന്ന പ്രതികരണത്തിൽ, അല്ലെങ്കിൽ അവർ കൊടുത്ത ഹർജിക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകളെ സംരക്ഷിക്കേണ്ടുന്ന വനിതാ കമ്മീഷൻ പോലും റിപ്പോർട്ട് കണ്ടിട്ടില്ല, അവരെങ്കിലും കാണേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പ്രകോപിതമാക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്ര നാൾ സംസാരിക്കാതിരുന്ന രഞ്ജിനി ഇപ്പോൾ ഇങ്ങനെ കോടതിയിലേക്ക് ഹർജിയുമായിട്ട് പോകുന്നു. അപ്പോൾ അത് അവരൊറ്റയ്ക്കാണോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യമുണ്ട്. അത് ഈ സജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് രഞ്ജിനിയുടെ കാര്യം. അതിനൊപ്പം തന്നെ ഈ സർക്കാർ എന്തിനാണ് ഇത്? ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ തടസ്സങ്ങൾ സർക്കാരിനില്ല. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പുറത്തുവിട്, ചർച്ച ചെയ്യട്ടെ, പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നു. വിവരാവകാശ കമ്മീഷൻ പറയുന്നു. നിയമപരമായ ഒരു തടസ്സവും ഇല്ലാഞ്ഞിട്ട് സർക്കാർ എന്തുകൊണ്ടത്? പക്ഷെ അതിൽ ഈ മുൻകാലങ്ങളിലെ ഓരോ കേസുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തിൽ വസ്തുതയുണ്ട്. അതായത് കോടതിയിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസാണ്, ആ കേസിൽ തൻ്റെ പേരിലുള്ള FIR റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കോടതിയെ സമീപിക്കുകയാണ്. കോടതി ഇപ്പം അതിൻ്റെ വിചാരണ നടപടികളൊന്നും സ്റ്റേ ചെയ്യുന്നില്ല എന്ന് വെക്കുക. പക്ഷേ എങ്കിലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആ വിഷയം ഉണ്ടെങ്കിൽ അത് വിചാരണ കോടതിയിലേക്ക് ഒന്ന് തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. കാരണം അത് സ്റ്റേ ഇല്ലെങ്കിൽ പോലും അതൊരു മേൽക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ആ കോടതിക്ക് നൽകുന്ന ഒരു ബഹുമാനത്തിൻ്റെ കൂടിയാണ്. അപ്പോൾ ഈ സമയത്ത് കോടതിയിൽ ഇരിക്കുമ്പോൾ അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ കോടതി വിമർശിക്കുമോ സർക്കാരിനെ എന്നൊക്കെയുള്ള ഭയമാവാം അതിന് കാരണം. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതിനകത്ത് കുറച്ചുകൂടി, പ്രത്യേകിച്ച് ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന കാര്യമാണ്. അതിനകത്ത് വേറൊരു അത്ഭുതം തോന്നിയത് ഹരി, ഇത് റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു. റിപ്പോർട്ടിൻ്റെ 49ാമത്തെ പേജ് ഒഴിവാക്കുന്നുണ്ട്, 81 മുതൽ 100 വരെയുള്ള പേജ് ഒഴിവാക്കുന്നുണ്ട്, 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫ് ഒഴിവാക്കുന്നുണ്ട്, ഖണ്ഡിക 96 ഒഴിവാക്കുന്നുണ്ട്. ഇതിൽ ഇവർക്ക് ആശങ്ക ഉണ്ടാകുന്ന എല്ലാ വിവരങ്ങളും ഈ ഭാഗങ്ങളിലാണുള്ളത്. അതൊഴിവാക്കിക്കൊണ്ട് ഒരു ശുപാർശയും മറ്റ് ചില കാര്യങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ അതിനെയും വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ചില്ലറ കാര്യങ്ങളല്ല എന്നുള്ളത് ആൾക്കാരുടെ ഈ പരിഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ ആശങ്ക കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വൻ തോക്കുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം വരുന്നത്. മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഈ ചില സിനിമക്കാർ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ ഇടപെടലാണോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ നേരത്തെ ഏറ്റവും ഗംഭീരമായ ഒരു ഇടപെടൽ നടത്തിയത് WCC ആണ്. ഈ വിഷയത്തിൽ WCC സർക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. പക്ഷേ അവരെവിടെയാ? അവരുടെ ഒരു മൗനവും ഞാനും ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. കാരണം ഈ വിവാദങ്ങളും ചർച്ചകളും എല്ലാം വരുമ്പോഴും WCCയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം, അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവർ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് അവർ ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അത് ചർച്ചയായിട്ട് ശേഷം പ്രതികരിക്കാമെന്ന് കരുതിയിട്ടായിരിക്കുമോ? പക്ഷെ സംഘടനയിൽ നിന്ന് അടുത്ത കാലത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത കാലത്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ചില ആളുകളെങ്കിലും റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പരസ്യമായിട്ട് സിനിമയിൽ തന്നെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല വനിതാ കമ്മീഷനും ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. സർക്കാരും പുറത്തു വിടില്ല എന്ന് പറയുന്നില്ല എന്നുള്ളത് പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പുറത്ത് പറയുന്നു എന്നതിനപ്പുറം സർക്കാരിന് വേണമെങ്കിൽ അതിന്ന് വളരെ കൂളായിട്ട് പുറത്ത് വിടാമായിരുന്നു. അതും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ സംശയിച്ചാലും ഇതില്ല. പിന്നെ സർക്കാർ ചെയ്യാത്ത കാര്യം കൂടി ഉണ്ടെന്ന്. ഇത് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ പറഞ്ഞത് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം രൂപീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് കൊണ്ട് പൊതുജനത്തിൻ്റെ പണം ഏതാണ്ട് 1,06,00,000 രൂപ അല്ലേ? അത്രയും പണം ചിലവാക്കിക്കൊണ്ട് ഉള്ള റിപ്പോർട്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 4 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ കണ്ടില്ല റിപ്പോർട്ടെങ്കിൽ പോലും സർക്കാർ കണ്ടിട്ടുണ്ടല്ലോ, ബന്ധപ്പെട്ട വകുപ്പ് ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് കൃത്യമായി സിനിമാ നയം രൂപീകരിക്കാമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ രഹസ്യ വിവരങ്ങളൊക്കെ മാറ്റി, സ്വകാര്യ വിവരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാട് ആ റിപ്പോർട്ടിൽ എടുക്കാമായിരുന്നു സിനിമാ നയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. പക്ഷെ സർക്കാർ ആ റിപ്പോർട്ട് കൂടെ ഇങ്ങനെ വെച്ചു. വിവരാവകാശ കമ്മീഷണർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വരെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഇനിയിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇനിയിപ്പോൾ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരും. അത് എന്ന് വരും എന്നുള്ള ചോദ്യം മാത്രമാണ് ഇനി ഉള്ളത്. തിങ്കളാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇനി ആ സമയത്ത് ഹൈക്കോടതി പുറത്തുവിടാൻ പറഞ്ഞാൽ അത് സർക്കാർ പുറത്തുവിടുമോ എന്നൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും ഒരു സസ്പെൻസ് സിനിമയുടെ സ്വഭാവമുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന്. അത് സസ്പെൻസ് തീരുമ്പോൾ അത് നല്ല ത്രില്ലർ സിനിമയാണോ അതോ ഫ്ലോപ്പായി പോകുമെന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരുപാട് വില്ലന്മാരുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ കാണാം നമുക്ക്.